ബഹുമാനനായ ഈ പ്രതിഷേധ കൂട്ടായ്മയുടെ അധ്യക്ഷൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ലീഗനായ ശ്രീ കെ എസ് സുരേന്ദ്രൻ മാസ്റ്റർ, ഈ വേദിയിലുള്ള ബഹുമാനനായ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മമ്പലത്തിന്റെ ജനപ്രതിനിധിയുമായ ശ്രീ മമ്പലം ദിവാകരൻ അവர்கள், ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രാജ് ഉൾപ്പെടെ വേദിയിലെ സ്വാഗതം നിറഞ്ഞ പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ദേവജാതൻ ഉൾപ്പെടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്മാർ, ഈ വേദിയിലേക്ക് കടന്നു വരുന്ന ബഹുമാന്യരായ നേതാക്കന്മാർ, KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഏറെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സഹപ്രവർത്തകമായ ജനാധിപത്യ വിശ്വാസികൾ, ഇത്തരമൊരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാനുള്ള സാഹചര്യം സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം നന്നായി അറിയാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് വേങ്ങാട് പോലെയുള്ള CPIMന്റെ കോട്ടകൾ, ആ കോട്ടകളെല്ലാം ഇളക്കം തെറ്റി എന്നുള്ള ബോധ്യം ഇവിടെയുള്ള CPIMന്റെ നേതൃത്വത്തിന് ബഹുമാനായ KPCCയുടെ ജനറൽ സെക്രട്ടറി ചന്ദ്രൻ വിളങ്ങേരി ഈ വേദിയിലേക്ക് കടന്നതിലെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയാണ് തങ്ങളുടെ പാർട്ടിക്കകത്ത് തങ്ങളുടെ കാൽനടിയിലെ മണ്ണൊലിച്ചു പോകുന്നു, ഇക്കാലം അത്രയും പരിപാലിച്ചിട്ടുള്ള നക്ഷത്രം അടയാളത്തിൽ മാത്രം വോട്ട് ചെയ്തവർ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ള ബോധ്യം തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ CPIMന് മനസ്സിലായ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ നരേന്ദ്രൻ മാസ്റ്ററെ അദ്ദേഹത്തിന്റെ ജനസേവന കേന്ദ്രത്തിലെത്തി പട്ടാപ്പകൽ ഒരുത്തൻ മാത്രം മുഖംമൂടി ധരിച്ച് അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യം ഈ നാടിൽ ലോകം ഞെട്ടലോടെയും വേദനയോടെയാണ് കണ്ടത്. നമ്മുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. 51 വെട്ടുപെട്ടിയും 41 വെട്ടുപെട്ടിയും ആളുകളെ കൊല്ലാൻ മടിയില്ലാത്തൊരു പാർട്ടി. ചരിത്രമെടുത്ത് അങ്ങോട്ട് പരിശോധിക്കുമ്പോൾ ഒരുപാട് നിഷ്ഠൂരമായ കൊലപാതകങ്ങളുടെ ചരിത്രം നമ്മുടെ മുമ്പിലെല്ലാം ഉണ്ട്. സമരത്തിന്റെ പേരിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നവരെ തടഞ്ഞു നിർത്തി ബസ് കത്തിച്ച് ആളെ ചുട്ടുകൊന്ന ഒരു പാർട്ടി ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലാത്ത മറ്റൊരു പാർട്ടിയില്ല എന്നുള്ളത് നമ്മുടെ ഓർമ്മകൾ വരുന്ന കാര്യം. അങ്ങനെയെല്ലാം അതിക്രമങ്ങളും കൊലപാതകങ്ങളും എല്ലാം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോയി തങ്ങളുടെ അധികാരം ഊട്ടിയുറപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയാണ് കണ്ണൂർ പോലെയുള്ള ജില്ലകളിൽ CPIM എന്ന് പോകുന്ന പാർട്ടി തങ്ങളുടെ അധീശം സ്ഥാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോയത് എന്നത് നമ്മുടെ മുമ്പിലുള്ള ചരിത്രമാണ്. ആ പാർട്ടി ഒരിക്കലും മാറില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഒരു അധ്യാപകൻ നിരപരാധിയായ ഒരു മനുഷ്യനെ കുലുകിൽപ്പിടി എന്ന് പറയുന്ന CPIMന്റെ കോട്ടയിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായി അവിടെ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിലാണ് CPIMന് ഏറെ അപ്രമാദിത്വമുള്ള CPIMന്റെ ഈ പ്രദേശത്തെ ഗുണ്ടകളും തെമ്മാടികളുമായി ഒരുപറ്റം തെമ്മാടികളെ തീറ്റിപ്പോറ്റി വളർത്തുന്ന ആ കുലിപ്പീടികൾ CPIMന്റെ കോട്ട കൊത്തളത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ മുമ്പോട്ട് പോയി അവിടെ അതിശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ആ പ്രവർത്തനം കാഴ്ചവെച്ചപ്പോ ഇന്നലകളിൽ തങ്ങളുടെ കോട്ടയായി ഏത് കുറ്റിച്ചൂല നിർത്തിയാലും ജയിക്കാമെന്നുള്ള ധാരണയിൽ CPIMന്റെ അഹങ്കാരം ഇക്കാലത്തിനും മറുപടി കൊടുക്കാൻ ആ കുലിയിൽ പീടികളിൽ ജനത തയ്യാറായി. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ആ നാട്ടു ജനത വോട്ട് ചെയ്തുവെന്ന് തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ CPIMന് ബോധ്യപ്പെട്ടപ്പോഴാണ് ആ മനുഷ്യനെ ഈ രൂപത്തിൽ ക്രൂരമായി വേട്ടയാടിയതെന്ന് നമ്മൾ കാണാൻ. മനുഷ്യത്വം തൊട്ടുനിൽക്കില്ലാത്ത തെമ്മാടികൾ ചെന്നായ്ക്കൾക്ക് പോലും ഇതിനേക്കാളും മനുഷ്യത്വമുണ്ടാകും. ചെന്നായ്ക്കൾക്ക് പോലും അപമാനമാണ് ഈ CPIMന്റെ ഗുണ്ടകൾ. ഒരു മനുഷ്യനെ അഭിപ്രായം ചെന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഇരിക്കുമ്പോ കയറി വന്ന് അടിക്കുമ്പോ ഇവനൊക്കെ ഏത് ജന്മത്തിലാണ് ഈ പാവത്തിന് പരിഹാരം കിട്ടുമെന്നുള്ളതാണ്. നിരവധി ആളുകളെ ആക്രമിക്കുന്നു, സ്ഥാനാർത്ഥി ആക്രമിക്കുന്നു. ഇതെന്താണ് വെള്ളരിക്കപ്പെട്ടതാണോ? ഇതെന്താണ് നിങ്ങൾക്ക് മാത്രമേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ പ്രചരണം നടത്താൻ പാടുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ ഈ നാട്ടിനകത്ത് രാഷ്ട്രീയ പ്രചരണം നടത്താൻ പാടുള്ളൂ എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള
തറവാട്ട് സ്വത്ത് കിട്ടിയതാണോ ഈ മമ്പറവും ഈ പ്രദേശമെല്ലാം? പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി എന്നതിന്റെ പേര് പ്രിയപ്പെട്ട അബ്ദുൾ റഷീദും ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, പിണറായിക്കാരനാണ്. അതുകൊണ്ട് തങ്ങൾക്ക് എന്തും ചെയ്താൽ തങ്ങളെ ആരും ചോദിക്കാനും പറയാനുമില്ല. അതുകൊണ്ട് ഏത് ധിക്കാരും അക്രമം കാണിച്ചാൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് CPM-നും അതോടൊപ്പം തന്നെ CPM-ന്റെ ഗുണ്ടകൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങളെ ജനങ്ങൾ നൽകിയ ആ ശിക്ഷ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കോട്ടകളാണ് ഈ മമ്പറം ഉൾപ്പെടെ വേങ്ങാട് പഞ്ചായത്ത് എന്ന് പറയുമ്പോ ഒരു കാലത്ത് ഈ പല പ്രദേശങ്ങളിൽ കടന്നു പോകാൻ സാധിക്കാത്ത ഈ മമ്പറം വിട്ടുകഴിഞ്ഞ കായലോടും അതോടൊപ്പം തന്നെ പറമ്പായി ഉൾപ്പെടെ ഈ പ്രദേശത്ത് എടുക്കുന്ന 7ഓളം മെമ്പർമാരുണ്ടല്ലേ ഈ വേങ്ങാട് പഞ്ചായത്തിൽ ഐക്യം ജനാധിപത്യ മുന്നണി ജയിച്ചത് എങ്കിൽ എങ്ങനെയാണ് ജയിച്ചത് എന്ന് CPM-കാര് നിങ്ങൾ മനസ്സിലാക്കണം. പഞ്ചായത്ത് ഭരണത്തിന്റെ പേരിൽ അഴിമതി നടത്തി CPM-ന്റെ ചെമ്മാടികൾക്കും ഗുണ്ടകൾക്കും പഞ്ചായത്ത് ഭരണത്തിന്റെ പേരിൽ കോടികളുണ്ടാക്കി ലക്ഷങ്ങളുണ്ടാക്കി നാട്ടിലെ ജനങ്ങളെയെല്ലാം പിരിത് അവരെയെല്ലാം തന്നെ അവർക്കെതിരായി നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോയപ്പോ നിങ്ങളുടെ പാർട്ടിയുടെ സാധാരണക്കാരെ പ്രവർത്തകന്മാരാണ് ഈ പാർട്ടിക്കെതിരായി ഈ തെരഞ്ഞെടുപ്പിന് വാഹനം വോട്ട് ചെയ്തെന്നുള്ളത് CPM-കാര് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഇക്കാലത്ത് അഹങ്കാരം ഇക്കാലത്ത് ജനങ്ങൾ വച്ചുപറപ്പിക്കില്ല എന്നതിന് തെളിവാണ് മമ്പറം ഉൾപ്പെടെ കണ്ണൂർ ജില്ലയിലെ നിങ്ങളുടെ പാർട്ടി കോട്ടകളിൽ വലിയ രൂപത്തിൽ വിള്ളലുണ്ടാക്കിയത് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ജില്ലാ സെക്രട്ടറിയുടെ ഒരു തെളിവ് വന്നിട്ട് പിൻവാതിൽ നേതാവാണെന്നാണ് CPM-കാരൻ പറയുന്നത്. പിണറായി വിജയന്റെ പെട്ടിനൂക്കി പാർട്ടി നേതാവ് അല്ലെങ്കിൽ അതിന്റെ തലപ്പത്ത് കയറിയിരുന്ന് ഈ നാട് കണ്ട എല്ലാ തരത്തിലുള്ള ഭരണത്തിന്റെ പിണറായിയുടെ അഴിമതി കൂട്ടുനിന്ന് ആ കൂട്ടുനിന്ന് ഒരുത്തരപ്പെടുത്ത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കി വെച്ചിട്ടുണ്ട്. KK രാഗേഷ് എന്നാണ് പേര്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ K സുധാകരനെ മത്സരിച്ച് ഈ നാട് കാണാത്ത ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി അവസാനം പിണറായി വിജയന്റെ പെട്ടിപിടിച്ച് അവിടെ പോയി ഇരുന്ന് ഇപ്പൊ ജില്ലാ സെക്രട്ടറിയെ ഒരുത്തരം അവിടെ ഇരിക്കുന്നുണ്ട്. ആ രാഗേഷിന്റെ പഞ്ചായത്ത് പോലും എന്താണ് അവസ്ഥയെന്ന് പ്രിയപ്പെട്ടവരെ ഈ നാടിന്റെ മുമ്പിലെ മുണ്ടേരി പോലെയുള്ള പഞ്ചായത്തിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ ഈ രൂപത്തിലേക്കായത്? രാഗേഷിന്റെ വാർഡ് പോലും ജയിച്ചതാരാണെന്ന് CPM-കാരനെ നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? ജയരാജനല്ലേ മത്സരിച്ചത്? പെരളശ്ശേരി പഞ്ചായത്ത് ഉൾപ്പെടെ സ്വന്തം വാർഡിൽ ഉൾപ്പെടെ വോട്ട് നേടിയത് ആരാണ്? K സുധാകരൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ്. ആ നേതാവിനാണ് ഇവിടെയുള്ള ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളതും 1,14,000 വോട്ടിന് K സുധാകരൻ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ജയിച്ചു കയറിയത് കേവലം UDF-ന്റെ വോട്ടുകൾ മാത്രമല്ല ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ വോട്ടുകൾ നേടിയാണ് K സുധാകരൻ ഉൾപ്പെടെ ജയിച്ചത് എങ്കിൽ ആ ഒരു ചിന്ത CPM-കാര നിന്റെ മനസ്സിലുണ്ടാകണം. അങ്ങനെ തല്ലി ഒടുക്കിയാൽ, അങ്ങനെ കടയിൽ കയറി ആക്രമിച്ചാൽ, അങ്ങനെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നരേന്ദ്രമോദിയുടെ വീടിന്റെ 150 വാർഡ് വാഴ മുഴുവൻ വെട്ടി നശിപ്പിച്ചു. അദ്ദേഹത്തിനെതിരായി പല രൂപത്തിൽ ആക്രമണം നടത്തി. എന്നിട്ടും അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവർണ്ണ പതാക അദ്ദേഹം ആഞ്ഞു ഉയർത്തിപ്പിടിക്കല്ലാതെ ഒരിഞ്ച് പിറകോട്ട് പോയിട്ടില്ല. ഇതുപോലെയുള്ള നരേന്ദ്രമോദി പോലെയുള്ള പാർട്ടിയുടെ പ്രവർത്തകന്മാരാണ് ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് ഒരുപാട് വേട്ടയാടുന്നത് അതിജീവിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന നരേന്ദ്രമോദി പോലെയുള്ള നേതാക്കന്മാരുടെ പ്രവർത്തകന്മാരുടെ ആത്മവിശ്വാസം തീർക്കാൻ CPM-കാരാ നിനക്കല്ല നിന്റെ പിണറായി വിജയൻ ആര് വിചാരിച്ചാൽ സാധിക്കില്ലെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കണം. അങ്ങനെ ഭീഷണിയുടെ കാലൊക്കെ കടന്നുപോയി. അങ്ങനെ ഭീഷണിപ്പെടുത്തിയെങ്കിൽ, അങ്ങനെ കൊന്നടുക്കിയെങ്കിൽ, അങ്ങനെ എല്ലാം നിങ്ങൾ ചെയ്തെങ്കിൽ ഈ പാർട്ടിക്ക് ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളത് ഈ നാടിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് നിന്റെ അഹങ്കാരത്തിനും വികാരത്തിനും കൊലക്കത്തിനുമെല്ലാം മുമ്പിൽ പതിനാള് പോരാടിയതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നും അജയ്യമായി കണ്ണൂർ ജില്ലയിൽ മുമ്പോട്ട് പോകുമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കാം. എങ്ങനെയാണ് ഈ പാർട്ടി ഇതുപോലെ അകപ്പതിച്ച ഒരു പാർട്ടിയെ ഈ നാട് കണ്ടിട്ടുണ്ടോ? 10 കൊല്ലമായി ഭരിക്കുന്നു. ഭരിച്ച് മുടിച്ച് എല്ലാ സ്ഥലത്തും അഴിമതിയും അതോടൊപ്പം നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോ നിങ്ങൾക്കെതിരെ ഈ നാട് ചിന്തിക്കാൻ ഞാൻ ദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് നേതാക്കന്മാരോട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ പാട്ട് പാടുന്നത് ഒരു പാരടി പോലും കേൾക്കാൻ പറ്റാത്തവരാണ്. യൂട്യൂബിൽ നമുക്കറിയാം ശബരിമല സ്വർണ്ണപ്പാടി മോഷ്ടിച്ചു പോയതിന്റെ പേരിൽ ഒരു പാരടി ഗാനം ഈ നാട്ടിൽ പാടിയപ്പോ ആ പാരടി ഗാനം നിരോധിക്കുന്ന പിണറായി വിജയൻ പറയുന്നു ആ പാരടി ഗാനം നിങ്ങൾക്ക് യൂട്യൂബിലും അതോടൊപ്പം തന്നെ ഭരണത്തിന് സ്വാധീനം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിരോധിക്കാമെങ്കിൽ ഈ നാട് ആ പാരടി ഗാനം ഏറ്റെടുത്തിരിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ടെസ്റ്റ് ഡോസാണ്
മകന്റെ സ്വർണം കെട്ട നിങ്ങൾക്കെതിരെ ഈ നാട് പ്രതികരിക്കുമെന്ന് സംബന്ധിച്ച് തർക്കമില്ല. ഇങ്ങനെ കത്തുന്നവർ ലോകത്തെവിടെയുണ്ടോ? എന്നിട്ട് മതി അയ്യപ്പനെ അപമാനിച്ചത് ആരാ പറയുന്നത്? ആരാണോ അയ്യപ്പനെ അപമാനിച്ചത്? അയ്യപ്പന്റെ സ്വർണ്ണപ്പാടികൾ അടിച്ചു മാറ്റിയത് ആരാണ്? അടിച്ചു മാറ്റി? CPM നേതാക്കന്മാരുടെ നാളെ മാൻ ഉൾപ്പെടണോ കിടക്കുന്നില്ല ജയിലിൽ. മുൻ MLA, സംസ്ഥാന കമ്മിറ്റി അംഗം, അതോടൊപ്പം തന്നെ CPM സമുന്നത നേതാക്കന്മാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിൽക്കുമ്പോഴല്ലേ അയ്യപ്പന്റെ സ്വർണ്ണപ്പാടി അടിച്ചു മാറ്റിയത്, കാട്ടുകൊണ്ടുപോയത്, എന്നെ ജയിലിൽ കിടന്നത് പാലനയാലും പാടില്ലെന്ന് പറഞ്ഞാൽ ഈ നാട് അംഗീകരിക്കണോ? അതുകൊണ്ട് അയ്യപ്പന്റെ സ്വർണ്ണപ്പാടി മാത്രമല്ല, നിങ്ങൾക്കെതിരെ ഈ നാട്ടിലെ ജനങ്ങളെ ഈ 10 കൊല്ലമായി നിങ്ങൾ എല്ലാ തരത്തിലും അവർക്കെതിരായി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് CPM-കാർ നിങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അക്രമം നടത്തിക്കൊണ്ട്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ബോംബെറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയാലൊന്നും ഈ നാട്ടിനകത്ത് ആരും പുറകോട്ട് പോകുന്നില്ല. ചില പോലീസുകാരെ കാണിച്ചുകൊണ്ട് പിണറായി ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. എന്നെ കഴിയുന്ന പിണറായിയെ പോലീസുകാരെ കാക്കിയിട്ടാൽ അല്പം അതിന് അന്തസ് കാണിക്കണോ? കാക്കിക്കൽപ്പ് അന്തസ്സുണ്ട്. പിണറായി പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസാണ്. അവിടെ പരാതി പറയാൻ പോയാൽ അവിടെയുള്ള കാക്കിട്ട ഒരു എരപ്പനുണ്ട്. അവരാണ് പോലും ഈ ലോക്കൽ സെക്രട്ടറി CPM-ന്റെ നേതാക്കന്മാരെ വിളിച്ചു പറയുന്നത്. നരേന്ദ്രമാഷ് വന്ന് പരാതി തന്നിട്ടുണ്ട്, വേണ്ട കൈകാര്യം ചെയ്ത് എടോ പോലീസുകാരാ നിന്നെയൊക്കെ എന്ത് രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഈ കാലമൊക്കെ പിണറായി വിജയന്റെ സംരക്ഷണം നിനക്കുണ്ടാവില്ലെന്ന് കേവലം 3 മാസം കഴിഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണി ഈ ഗവൺമെന്റ് വന്ന ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസർ എന്ത് ചെയ്യാമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയാൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കുകയാണ്. കാക്കിയെടുത്ത് CPM-ന്റെ അച്ചാരം പറ്റി CPM-ന്റെ എച്ചിൽനക്കികളായ പോലീസുകാരോട് ഞങ്ങൾ പറയുന്നു, ഈ എച്ചിൽനക്കാൻ ഇനി അധികകാലം നിങ്ങൾക്കുണ്ടാവില്ല. ഇവിടെ ഒരു ഭരണം മാറിയാൽ ഇതിനൊക്കെ കണക്ക് 10-16 തിരിച്ചറിയാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് പോലീസിന്റെ അമിത സംവിധാനം വേണ്ട. ഏതെങ്കിലും തരത്തിലുള്ള പോലീസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് കാര്യങ്ങളെ ആവശ്യമില്ല. ആവശ്യമില്ല. നിയമം നടപ്പാക്കണം. നിയമം നടപ്പാക്കേണ്ടവർ ഈ ഗുണ്ടകൾക്കും ചമ്മാടികൾക്കും കിണറുകൾക്കും ചോട്ടിക്കൊടുക്കുന്നവരായി അവിടെ നിൽക്കുന്നവരെ ഞങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഈ പോലീസ് സേനാന്മാർ ഉൾപ്പെടെയുള്ളവരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കാൻ, ഇവിടെ ബോംബ് കെട്ടാൻ പിണറായി കഴിഞ്ഞ ദിവസമാണ് ബോംബ് പൊട്ടിയത്. ഒരു CPM നേതാവിന്റെ കൈ പോയത് ആരാ ദിവിരാജ്? CPM-ന്റെ അവിടുത്തെ പ്രധാനപ്പെട്ട ഗുണ്ടയാണ്. കോൺഗ്രസ് ഓഫീസ് കത്തിച്ച കേസിലെ പ്രതിയാണ്. ആ പ്രതിയുടെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയപ്പോൾ അത് പടക്കാണ്. നാടുണ്ടോ പോലീസുകാർക്ക്? നാടുണ്ടോ? ബോംബ് പൊട്ടിയ ആള് കൈപ്പറ്റി പോയാൽ അത് പൊട്ടാസാക്കുന്നു, ഓലപ്പടക്കാക്കുന്നു, നിങ്ങൾ അടികൊടുക്കും. അതല്ലേ ഇവിടെ നടക്കുന്നത്? പാനൂരിൽ കണ്ടില്ലേ? കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബോംബ് പൊട്ടി ചട്ടവല്ലേ ഇപ്പോൾ ഈ നാട്ടിനകത്ത് രക്തസാക്ഷി തൂവം കെട്ടിയ ഈ പാർട്ടി, അങ്ങനെയുള്ള ഒരു പാർട്ടി ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് വെറുത്തുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണത്തിന് ഈ നാടിനകത്ത് അന്ത്യം കുറിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ അക്രമം കാണിച്ചുകൊണ്ട്, ധിക്കാരം കാണിച്ചുകൊണ്ട്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോയാലൊന്നും ഞങ്ങൾ പിന്നോട്ട് പോകില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഈ CPM-ന്റെ ഭരണത്തിന്റെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണിയടിച്ച് മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിക്കാം. അതുകൊണ്ട് നിങ്ങൾക്കെതിരെയാണ്, നിങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇപ്പോ BJP CPM-ഉം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നിങ്ങളൊക്കെ ചെന്നായിമാരാണ്. ഈ നാട്ടിനകത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-ന്റെ ഒരു മുഖ്യമന്ത്രി BJP-യുടെ ഏജന്റായി പ്രവർത്തിക്കുന്നു. ഒന്നിച്ചാണ് തെരഞ്ഞെടുപ്പിനകത്ത് പല സ്ഥലത്തും നിങ്ങൾ വോട്ട് മറിച്ചുകൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്താൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ നിങ്ങൾ BJP ജയിച്ച പല സ്ഥലത്തും നിങ്ങളുടെ വോട്ട് മുഴുവൻ കൊടുത്തതാരാണ്? BJP-ക്ക് എതിരാണ്. ഇവിടെ പറഞ്ഞത് ഞാൻ മത്സരിച്ച ജാതികളായി ഒന്നിച്ചായിരുന്നു BJP മുന്നണി. BJP-കാരന്റെ വീഡിയോ അവിടുത്തെ കൗൺസിൽ തന്നെ, ഇടതുപക്ഷത്തിലെ കൗൺസിൽ തന്നെ ഷെയർ ചെയ്തുകൊണ്ട് ഒന്നിച്ചായിരുന്നു എനിക്കെതിരെ ഉൾപ്പെടെ നിങ്ങൾ പ്രവർത്തിച്ചതെങ്കിൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ കണ്ണൂരിൽ ഐക്യജനാധിപത്യ മുന്നണി CPM-ന്റെ കോട്ടകളിൽ കടന്നുകയറി മുമ്പോട്ട് പോയി. അല്പം ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ ഈ വേനാട് പഞ്ചായത്തും ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരിക്കുമെന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ല. ആ രൂപത്തിലേക്ക് മാറ്റമുണ്ടായി, മുണ്ടേരിയിലുണ്ടായി. സംഗീത CPM-ന്റെ കോട്ടകളിലെല്ലാം വലിയ രൂപത്തിലുള്ള മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങൾ നൽകിയത്. CPM-നെതിരെയുള്ള അതിശക്തമായ ജനങ്ങളുടെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തെ തല്ലിയൊതുക്കാൻ, ആക്രമിക്കാൻ, ഭീഷണിപ്പെടുത്താൻ കടകരെ ശ്രമിച്ചാലൊന്നും ആ പ്രതിഷേധം അവസാനിക്കില്ലെന്ന് മാത്രം പറഞ്ഞു
അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധ കൂട്ടായ്മക്ക് എല്ലാവരും അഭിവാദ്യങ്ങൾ നൽകുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. അടുത്തായി KPCC ജനറൽ സെക്രട്ടറി ശ്രീ ചന്ദ്രൻ പുലകേരി സംസാരിക്കും. നമ്മുടെ ബഹുമാന്യനായ KPCC മെമ്പർ അബ്ദുൾ റഷീദ് ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ മുഴുവൻ സമയങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആദ്യമായി സംസാരിക്കാൻ ശ്രീ ചന്ദ്രൻ പുലകേരി ക്ഷണിക്കും.